ഹോം തിയേറ്റേഴ്സിൽ ഒരുപാട് പേര് ഇഗ്നോർ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് കാലിബ്രേഷൻ. ഇപ്പം ഓഡിസി ഉണ്ട്, ഡിറാക്ക് ഉണ്ട്, നമ്മൾ തന്നെ മാനുവലി ചെയ്യാറുണ്ട്. പക്ഷെ ഇതെല്ലാം എത്രത്തോളം ഇമ്പോർട്ടൻസ് അവരുടെ സൗണ്ട് എൻഹാൻസ് ചെയ്യാൻ ഇതിനൊക്കെ റോൾ ഉണ്ട് എന്നുള്ളത് പലരും ഇഗ്നോർ ചെയ്യുന്നുണ്ട്. കാലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഇപ്പൊ പറഞ്ഞ കാര്യം ഒഡീസി അല്ലെങ്കിൽ ഡിറാക്ക് ആണ് കുറച്ചുകൂടെ നല്ലത്. ഓട്ടോ കാലിബ്രേറ്റ് ചെയ്ത് അതെന്ത് തന്നോ അത് നമ്മൾ നല്ലതെന്ന് വിശ്വസിച്ച് കേൾക്കും. പലരും ഈ ഓഡിസിയുടെ മൈക്ക് കണക്ട് ചെയ്തിട്ട് ആ 4 ബീപ്പ് സൗണ്ട് കേട്ടിട്ട് ഓക്കെ അടിച്ചിട്ട് അത് യൂസ് ഭൂരിഭാഗം കേസുകളിലും അത് റോങ് ഇതാണ് തരിക. അത് നല്ല എക്യുപ്മെന്റ് വെച്ചിട്ട് ഈ ഓട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാശ് പോയി കിട്ടും. അല്ല, ഡിറാക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? ഡിറാക്കിലും അങ്ങനെ തന്നെ പ്രശ്നമുണ്ട്. അത് ഓട്ടോ ഏതെടുത്താലും കണക്കാണ്. ഇപ്പൊ ഈ പലരും മാനുവൽ ചെയ്യുന്നെന്ന് പറഞ്ഞാലും ഈ ഓട്ടോ റൺ ചെയ്തിട്ട് പിന്നെ അതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് കൂടുതലും ചെയ്യാറ്. പക്ഷെ ഉള്ളത് തന്നെ കുളമായി കിട്ടും. ശരിക്കും ഇപ്പൊ ഒരു ഹോം തിയേറ്റർ കസ്റ്റമറെ സംബന്ധിച്ച് അയാൾ എന്ത് ഡിറാക്കിലോ ഓഡിസിയിൽ ചെയ്താലും അത് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ടൂൾ വെച്ച് ക്രോസ് ചെക്ക് ചെയ്തിരിക്കും. അതിപ്പോ നമ്മൾ ഓട്ടോ റൺ ചെയ്തിട്ട് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ആപ്പിളിൽ കിട്ടുന്ന ചെറിയ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഡെനോണിന്റെ തന്നെ ഒഡീസിയിൽ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ മൾട്ടിക്കുന്ന ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ പ്രഡിക്ഷനെ കാട്ടുന്നുള്ളൂ. അത് ആക്ച്വൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അത് കാട്ടുന്നില്ല. അത് നമ്മൾ മെഷർ ചെയ്താൽ അറിയത്തുള്ളൂ.